ഹലോ എവരിവൺ, വെൽക്കം ടു തങ്കീസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മഞ്ഞൾ, അതായത് മഞ്ഞൾ കിളച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനെ മഞ്ഞപ്പൊടിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ പറമ്പിലുള്ള മഞ്ഞളാട്ടോ ഇത്. പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. രാവിലെ നമ്മൾ ഇറങ്ങിയത് നല്ല വെയിലും ഉണ്ട്, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. ഇതാണ് നമ്മൾ കിളച്ചിട്ട് മഞ്ഞൾ. ഇനി ഇതിനെയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉണക്കി പൊടിച്ചെടുക്കുന്നത്. കുറച്ച് നമുക്ക് മുകളിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ താഴെ ഇവിടുന്ന് മാത്രം കിളച്ചിട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനെ നമുക്ക് ചാക്കിലേക്ക് മാറ്റാം. നല്ല പണിയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യണം, ആദ്യം കഴുകണം, പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ വേരും ഇങ്ങനെയുള്ള ഈ വേസ്റ്റൊക്കെ ഇല്ല ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്കിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിയണം, ഉണക്കണം. ഈ മണ്ണൊക്കെ ഇല്ലേ, ഇതിലുള്ള മണ്ണൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഈ വേരൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് കഴുകി എടുക്കേണ്ടത്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കറിവേപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ചുറ്റും എന്താ മഞ്ഞൾ പിടിച്ച് നിൽക്കുകയാണ്. അത് ഇച്ചിരി റിസ്ക്കാണ്, കാരണം ആ കറിവേപ്പിൻ്റെ വേരിലൊന്നും കൊള്ളാതെ നമ്മൾ അത് കിളച്ചെടുക്കണം. അത് മാത്രമല്ല, ആ കറിവേപ്പിൻ്റെ വേരിലോട്ട് ചേർന്നാണ് ഈ മഞ്ഞൾ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഇച്ചിരി ടാസ്ക് ആയിരുന്നു അത് കിളച്ചെടുക്കാൻ. കണ്ടോ, ഇത്രത്തോളം മഞ്ഞൾ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരം അങ്ങനെയുള്ള കുറച്ച് ജൈവമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെ നമ്മൾ ഇടാറുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഈ മഞ്ഞളൊന്നും നമ്മളങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അത് നിറയെ അത് മണ്ണിൻ്റെ ആയിരിക്കാം നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തൊട്ട് കിളിച്ച് നിന്നിട്ടേ കുറേയൊക്കെ ഉണങ്ങി. അങ്ങനെ നമ്മുടെ വീട്ടിൽ 3 സ്ഥലത്തായിട്ട് നിന്ന മഞ്ഞളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേരും അതിൻ്റെ തണ്ടും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്യണം, പിന്നെ അത് പുഴുങ്ങണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ തണ്ടും വേരും ഒക്കെ കളഞ്ഞ് വെച്ച് നമുക്കത് ചാക്കി കെട്ടി വെക്കാം. പിന്നെ നാളെ നമുക്കത് പുഴുകാം, കാരണം ഒറ്റയടിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടയർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറേശ്ശെ മഞ്ഞളെടുത്ത് കഴുകി അത് 2-3 വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിനെ പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതി നമ്മൾ ചെയ്യുവാണ്. ചിലവർ ഉമി ഉപയോഗിക്കാറുണ്ട് അത് പുഴുങ്ങാൻ നേരത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൺകലമാണ് എടുത്തേക്കുന്നത്. മൺകലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് അത്രയും ഒരുപാട് മഞ്ഞൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു പാത്രത്തിനകത്ത് ചെയ്താൽ അത്രയും നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ മൺകലത്തിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നല്ലൊരു മൂടി കൊണ്ട് നമ്മളത് അടച്ച് വെക്കാം. പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലാട്ടോ അത്, ഞാൻ പറഞ്ഞല്ലോ പുഴുങ്ങുന്നത് അങ്ങനെയാണെന്ന്. പിന്നെ അതിൻ്റെ തിള എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ ചിലവർ കുറേ ഇട്ട് തിളപ്പിക്കും. പക്ഷേ നമ്മൾ അതൊന്ന് തിളച്ചിങ്ങനെ പതവരില്ലേ, ആ ഒരു സമയം നമ്മളത് മാറ്റി വെക്കാറാണ് ഉള്ളത്. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം പുഴുങ്ങിയ ശേഷം വീണ്ടും പുഴുങ്ങും എന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ ഒരു പ്രാവശ്യം ഇട്ട് പുഴുങ്ങാറുള്ളൂ. പിന്നെ ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അങ്ങ് പോകത്തില്ലേ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവായി നന്നായിട്ട് അതൊന്ന് വെന്തു എന്നൊരു തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ. വേണ്ട, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള മഞ്ഞളും കൂടെ പുഴുങ്ങിയെടുക്കും. എന്നിട്ട് നമ്മൾ അതൊന്ന് ആറാൻ വെക്കുക. എന്നിട്ട് ഒരുപാട് തണുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. പിന്നെ ചെറിയ ചെറിയ അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതാണ് എങ്കിലും നമുക്കത് വേണമെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റാം. ഞാനതങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കത് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കും.
ഇനി ഈ മഞ്ഞളിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കാനാണ് വെക്കുന്നത്. അത് കട്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. കാരണം നമ്മളങ്ങനെ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു 6-7 ദിവസത്തിനുള്ളിൽ, നല്ല വെയിലുണ്ടെങ്കിൽ അത്രയും വേണ്ട, ഇല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വലിയ പീസ് ഉണ്ടല്ലോ, അപ്പം ഇതുപോലെയുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കാമെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലാണ്ട് ഇത് കട്ട് ചെയ്യാണ്ട് തന്നെ ഉണക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു 10-15 ദിവസം വെക്കേണ്ടി വരും ഉണങ്ങാനായിട്ട്. ഞാനൊരു ചെറിയ ചൂടോട് കൂടി തന്നെ കേട്ടോ അത് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആറിയിട്ട് വേണമെങ്കിലും അത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ മാത്രം അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ കുറേ ദിവസം ഇട്ട് നമ്മളത് ഉണക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആ പുഴുങ്ങിയെടുത്ത എല്ലാ മഞ്ഞളും കൂടെ ഒരുമിച്ച് ഉണങ്ങാനിട്ടാണ്. അത് ആ ഒരു ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇരിക്കും, വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ. അതിനി കുറച്ച് ദിവസം എടുക്കും നന്നായിട്ട് ഉണങ്ങി വരാൻ. അപ്പോൾ ഉണങ്ങി ഒരു ലാസ്റ്റ് ഡേ നമുക്ക് ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി അങ്ങ് ഇതായിപ്പോവും. ഇപ്പോൾ തന്നെ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അത് ഒടിഞ്ഞ് വരും. കണ്ടോ, ഈ രീതിയിൽ വരുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഡേ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്താണെന്നറിയാമോ, നമ്മളൊരു 10-15 കിലോ എങ്കിലും നമ്മൾ എടുത്ത് ചെയ്താൽ ചിലപ്പോൾ 1-2 കിലോ മാത്രമേ നമുക്ക് മഞ്ഞൾപ്പൊടി കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കിയ മഞ്ഞൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പൊടിക്കാൻ പ്രത്യേകിച്ച് സജ്ജീകരണമൊന്നുമില്ല. കാരണം ഇത്രയും മഞ്ഞൾ നമ്മൾ മിക്സി ജാറിനകത്തിട്ട് അടിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ്. നല്ല പൊടി, നല്ല കളറുള്ള പൊടി. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി മഞ്ഞൾപ്പൊടിയുടെ കളറല്ല കേട്ടോ ശരിക്കും ഈ ഒരു പൊടിക്ക്. ഒരു ഓറഞ്ച്, ഒരു യെല്ലോ, അങ്ങനെ ഒരു കളറാണ്. മാത്രമല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി അതിൻ്റെ എല്ലാ എസൻസും ഓരോരോ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ചണ്ടിയില്ലേ, അതാണ് ശരിക്കും പൊടിയായിട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ പറമ്പിൽ ഇതുപോലൊക്കെ എവിടെയെങ്കിലും മഞ്ഞൾ കിടപ്പുണ്ടെങ്കിൽ സിമ്പിളാണ് ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കഴിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണം, അല്ലെങ്കിൽ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോ.